ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഏതൊക്കെ രീതിയിൽ വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഒരു ബിസിനസ്സുകാരന് ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ കിട്ടുന്നത്, അതിന് എന്തൊക്കെ പ്രോസസ്സാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം, ദ ആപ്ലിക്കേഷൻ ഷാൽ ബി ഫോർവേഡ് ടു ദ പ്രോപ്പർ ഓഫീസർ ഹൂ ഷാൽ എക്സാമിൻ ഇറ്റ് ആൻഡ് accompanying documents. If the application and documents are found to be ordered, the applicant shall be guaranteed registration with a period 3 working days from the date of submission of the application. അതായത് ജി എസ് ടിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അയാളുടെ ത്രെഷ്ഹോൾഡ് ലിമിറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായതുകൊണ്ടാകാം, അല്ല എങ്കിൽ അയാളുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 24 പ്രകാരമുള്ളതാകാം. ഈ രീതിയിൽ ഉള്ള ഒരു വ്യക്തി അയാൾ എന്ത് ചെയ്തു, എനിക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തു. അതിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുത്തു. ഇത് നമ്മുടെ ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റി പരിശോധിക്കുകയും ഇയാൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെൻസും ഓർഡർ പ്രകാരമാണ് എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ എല്ലാം ക്ലിയർ ആണോ, ഇയാളുടെ തന്നെ വിവരങ്ങളാണോ ഈ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്നാണോ ഇദ്ദേഹം ആപ്ലിക്കേഷൻ ഫോം സമർപ്പിച്ചത് അന്ന് തൊട്ട് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകും, ഇയാൾക്ക് രജിസ്ട്രേഷൻ അനുവദിച്ച് കൊടുത്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ കാര്യം ഇതെന്ന് നോക്കാം. Where the application submitted is found to be defective in any respect or where more clarification is required, the officer may issue a notice to the applicant electronically within a period of 3 working days from the date of submission of application. Such notice will be Form GST Registration 03. അതായത് ഇങ്ങനെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ബിസിനസ്സുകാരൻ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി അയാളുടെ എല്ലാ രീതിയിലുള്ള ഡോക്യുമെൻസും ജി എസ് ടി രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പാർട്ട് ബിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസിൽ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തരത്തിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസിൽ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പരിശോധിക്കുന്ന പ്രോപ്പർ ഓഫീസറിന് ജി എസ് ടിയിൽ ഇയാൾ രജിസ്റ്റർ ചെയ്യുന്ന ജി എസ് ടി അതോറിറ്റിയിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഇയാളുടെ ഡോക്യുമെൻസൊക്കെ പരിശോധിച്ച് വെരിഫിക്കേഷൻ നടത്താൻ അധികാരം നിശ്ചയിച്ചിട്ടുള്ള ഓഫീസർക്ക് ഏതെങ്കിലും ഇയാൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇയാൾ എന്നാണോ ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തത് അന്ന് തൊട്ട് 3 ദിവസത്തിലുള്ള വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് താങ്കൾ ഈ ജി എസ് ടി ബിസിനസ്സുകാർ സമർപ്പിച്ചിരിക്കുന്ന ഡോക്യുമെൻസിനെ പറ്റിയുള്ള കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ കൃത്യത ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്നും ഈ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരന് അയച്ചു കൊടുക്കും. ആ ആപ്ലിക്കേഷൻ ഫോമിനെ വിളിക്കുന്ന പേരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ 3 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജി എസ് ടി അതോറിറ്റി അയാൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജി എസ് ടി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരന് അയച്ചു കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അല്ലെങ്കിൽ നോട്ടീസിൻ്റെ പേരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജി എസ് ടി രജിസ്ട്രേഷൻ 3യിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ അല്ലെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരുടെ ഡോക്യുമെൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്മാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി സബ്മിറ്റ് ചെയ്യുക, കൃത്യതയുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും തരത്തിൽ ഇയാൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പാൻ കാർഡിലോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിലോ ആ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിൽ കൂടുതൽ മിസ്മാച്ച്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ ജി എസ് ടി രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അത് കൃത്യമായിട്ടും പൂരിപ്പിച്ച് ഈ റെസ്പെക്റ്റീവ് അതോറിറ്റിയുടെ കയ്യിൽ കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ, ഇയാൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതെല്ലാം സംഭവിക്കുന്നത് ഓൺലൈൻ മീഡിയം വഴിയായിരിക്കും. അതായത് ജി എസ് ടി രജിസ്ട്രേഷനുടെ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കുന്ന ഓൺലൈൻ വഴിയാണ്. ജി എസ് ടി രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻസും ഓൺലൈൻ വഴി തന്നെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ അലോട്ട് ചെയ്യുന്ന അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നത്. ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റി ഈ ജി എസ് ടി രജിസ്ട്രേഷൻ 03 എന്ന് പറയുന്ന നോട്ടീസ് ആ ബിസിനസ്സുകാരൻ അയക്കുന്നതും ഓൺലൈൻ വഴിയാണ്. ഇനി
ഇങ്ങനെയൊരു നോട്ടീസ് GST രജിസ്ട്രേഷൻ 303 എന്ന് പറഞ്ഞ GST രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞാൽ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുമായി ബന്ധപ്പെട്ട് അയാൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സിലാണോ ക്ലാരിറ്റി ആവശ്യമായിട്ടുള്ളത് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്താണ് ഓൺലൈൻ വഴി സമർപ്പിക്കുന്നു. വീണ്ടും അയാൾ എന്താണ് അയാൾക്ക് ഈ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും GST രജിസ്ട്രേഷന് വേണ്ടി അയാൾ ശ്രമിക്കുന്നു. അന്നേരം അയാൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട GST ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേര് ഇങ്ങനെയാണ് GSTR 04 എന്ന് പറയുന്നത്. അതായത് GST രജിസ്റ്റർ ചെയ്യുന്ന അതോറിറ്റി അയാൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നു. ക്ലാരിഫിക്കേഷനൊക്കെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഈ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സബ്മിറ്റ് ചെയ്യേണ്ടത് GST രജിസ്ട്രേഷൻ ഫോം 04 വഴിയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അയാളുടെ ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലാരിറ്റിയോട് കൂടിയ എല്ലാ കാര്യങ്ങളും GST രജിസ്ട്രേഷൻ 04 വഴി GST അതോറിറ്റിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ അയാൾക്ക് എന്ത് കിട്ടും? അയാൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണ് എങ്കിൽ അയാൾക്ക് GST രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് കിട്ടും GST അതോറിറ്റിയുടെ കയ്യിൽ നിന്നും GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരന്. ഇനി നമ്മൾ പറഞ്ഞു GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്മാച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൃത്യമായ വിവരങ്ങളായിരിക്കണം GST ആപ്ലിക്കേഷൻ ഫോം രജിസ്ട്രേഷൻ 04 എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ചെയ്ത് അയക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം വഴി GST അതോറിറ്റിക്ക് കൊടുക്കേണ്ടത്. ഇനി ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The applicant can make modification or corrections of a particular declared in the application for registration except the permanent account number, state, mobile number and email address. അതായത് GST രജിസ്ട്രേഷൻ അതോറിറ്റി പറഞ്ഞേക്കുവാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ തെറ്റുകൾ മിസ്മാച്ച്മെൻ്റ് ഉണ്ട്, അത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഒഴിച്ച്, അതായത് GST രജിസ്റ്റർ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ്റെ പാൻ കാർഡ് നമ്പർ ഒഴിച്ച് ബാക്കി ഏതൊരു കാര്യങ്ങളിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് ആപ്ലിക്കേഷൻ ഫോം റീസബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ സ്റ്റേറ്റ് ആകാം, മൊബൈൽ നമ്പർ ആകാം, ഇമെയിൽ അഡ്രസ്സ് ആകാം. ഇതൊക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ അയാൾക്ക് എന്താണ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അയാൾക്ക് GST രജിസ്ട്രേഷനായിട്ട് അപേക്ഷ വയ്ക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, if the proper officer satisfied within the clarification of information or documents furnished by the applicant, the registration shall be guaranteed to the applicant within the period of 7 working days from the date of the receipt of such clarification of information or document. അതായത് നമ്മുടെ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ GST അതോറിറ്റി ആവശ്യപ്പെട്ടത് അനുസരിച്ച് അയാളുടെ തെറ്റ് സംഭവിച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്താണ് തിരുത്തിക്കൊണ്ട് നമ്മുടെ ഫോം GSTR രജിസ്ട്രേഷൻ 04 വഴി ശരിയായ വിവരങ്ങൾ അടങ്ങുന്ന ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അയാൾക്ക് എന്താണ് GST രജിസ്ട്രേഷന് വേണ്ടി അയാൾ അപേക്ഷ വെച്ച് കഴിഞ്ഞു. ഇങ്ങനെ അതിനുശേഷം അയാൾക്ക് GST രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഈ GST രജിസ്ട്രേഷൻ അതോറിറ്റി എന്താണ് ഈ ഓൺലൈൻ വഴി റീസബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യതയുള്ളതാണോ എന്ന് വീണ്ടും പരിശോധിക്കുന്നു. അതിനുശേഷം എന്നാണോ ഇയാൾ ഈ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് അന്ന് മുതൽ 7 ദിവസത്തിനുള്ളിൽ എന്താണ് ഇയാൾക്ക് GST രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് അയാൾക്ക് GST രജിസ്ട്രേഷൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇയാൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത 7 ദിവസം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി റീസബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റിലും ഏതെങ്കിലും തരത്തിൽ മിസ്മാച്ച്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതോറിറ്റി എന്ത് ചെയ്യും? GST രജിസ്ട്രേഷൻ അനുവദിക്കുന്ന അതോറിറ്റി അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ഇയാൾ എന്ത് ചെയ്യും? ഈ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വീണ്ടും അയാളുടെ കൃത്യതയുള്ള ഡോക്യുമെൻറ്റ്സ് വീണ്ടും എന്ത് ചെയ്യണം? ഓൺലൈൻ മുഖേന GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. അതിന് അയാളെ സഹായിക്കുന്ന GST ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST രജിസ്ട്രേഷൻ 05 എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഇത്രയും സ്റ്റെപ്പ് വഴിയാണ് നമ്മുടെ GST രജിസ്ട്രേഷനിൽ ഒരു GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ഡോക്യുമെൻറ്റ്സും മുതലായ കാര്യങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. GST 101 പ്രകാരം ആണ് എന്താ ഏതൊരു ബിസിനസ്സുകാരും GST രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ വെക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ GST 1ൻ്റെ അകത്ത് പാർട്ട് ബിയിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്ലാരിറ്റിയോട് കൂടി GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യാൻ അയാളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GSTR രജിസ്ട്രേഷൻ 04 എന്ന് പറയുന്നത്. ഇനി GST 01 പ്രകാരം അത് പാർട്ട് ബിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും തരത്തിൽ GST അതോറിറ്റിക്ക് സംശയമുണ്ടെങ്കിലോ മോർ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിലോ ഇവർ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. GST അതോറിറ്റി എന്താണ്, GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് ഒരു നോട്ടീസ് നൽകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫോം ഓഫ് GST രജിസ്ട്രേഷൻ 03 എന്ന് പറയുന്നത്. ഇത് GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ കൃത്യതയോടുകൂടിയ വിവരങ്ങൾ ഫോം GST രജിസ്ട്രേഷൻ 04 വഴി GST അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഇത് നമ്മുടെ GST രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നാണോ അയാൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇയാൾക്ക് എന്ത് കിട്ടും, GST രജിസ്ട്രേഷൻ കിട്ടും. ഇനി ഇങ്ങനെ ഇയാൾക്ക് ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്യുമ്പോൾ തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാൻ കാർഡ് ഒഴിച്ച് അയാളുടെ ഏറ്റവും കൊടുത്തിരിക്കുന്ന GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന GST രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന പാൻ കാർഡ് നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റോ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ എന്ത് കാര്യം വേണമെങ്കിലും തിരുത്താൻ പറ്റും. ഇനി വീണ്ടും എഗെയിൻ അത് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന GST രജിസ്ട്രേഷൻ 04 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം വഴി വീണ്ടും ഇയാൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും തരത്തിൽ മിസ്മാച്ച്മെൻറ്റോ കറപ്ഷനോ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഇത് ആ അതോറിറ്റി റിജക്റ്റ് ചെയ്യുകയും പിന്നീട് വീണ്ടും GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുടെ എല്ലാ കൃത്യതയുള്ള വിവരങ്ങളും ഈ അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. അന്നേരം അയാൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഇയാളെ സഹായിക്കുന്ന കൃത്യതയാർന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST രജിസ്ട്രേഷൻ ഫോം 05 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സന്ദർഭമാണ് ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡീംഡ് രജിസ്ട്രേഷൻ നമ്മൾ കണക്കാക്കപ്പെടുന്നു, രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അല്ല എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞതുപോലെ എൻ്റെ GST ഞാനൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ഒരു കൊല്ലത്തെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന GST രജിസ്റ്റർ ചെയ്യാൻ കമ്പൾസറി ആയിട്ടും GST രജിസ്റ്റർ എടുക്കാൻ പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിലായി. അപ്പോൾ ഞാൻ മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം, GST രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അല്ല എങ്കിൽ ഞാൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 24 പ്രകാരം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ഞാൻ മസ്റ്റായിട്ട് എന്ത് പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകണം, രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം 01 പൂരിപ്പിച്ച് കൊടുക്കണം. എനിക്ക് GST രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മുമ്പാകെ, നമ്മുടെ GST അതോറിറ്റിയുടെ മുമ്പാകെ. ഓക്കെ, അതിന് 2 രീതിയിലുള്ള കാര്യങ്ങളുണ്ടെന്ന് മുമ്പിലത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നു. ഏതാണ്, പാർട്ട് എ, അതുപോലെ തന്നെ പാർട്ട് ബി ആയിട്ടുള്ള കാര്യങ്ങൾ. പാർട്ട് എയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അയാളുടെ പാൻ കാർഡ്, ബിസിനസ്സിൻ്റെ ലീഗൽ നെയിം, മൊബൈൽ നമ്പർ, അഡ്രസ്സ്. പാർട്ട് ബിയിലാണെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും. ഓക്കെ, ഈ കാര്യങ്ങൾ അടങ്ങുന്ന GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ആദ്യം തന്നെ ന്യൂ GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ GST അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്തെന്ന് കരുതുക. സാധാരണ രീതിയിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി ഈ GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് നൽകും, GST രജിസ്ട്രേഷൻ നൽകും. പക്ഷേ യാതൊരു രീതിയിലും റെസ്പോൺസ് ഇയാൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ടും 3 ദിവസത്തിനുള്ളിൽ യാതൊരു രീതിയിലും ഒരു റെസ്പോൺസും GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല എങ്കിൽ എന്താണ്, ഈ വ്യക്തിക്ക് രജിസ്ട്രേഷൻ നൽകിയതായിട്ട് കണക്കാക്കപ്പെടും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 3 ദിവസത്തിനുള്ളിലും GST രജിസ്ട്രേഷൻ നൽകേണ്ട അതോറിറ്റി യാതൊരു കാരണവശാലും ആക്ഷൻസ് ഒന്നും നൽകിയില്ല എങ്കിൽ, അതായത് ഇയാൾക്ക് GST രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഒന്നും നൽകിയില്ല എങ്കിൽ, സർട്ടിഫിക്കറ്റ് ഒന്നും നൽകിയില്ല എങ്കിൽ ഈ വ്യക്തിക്ക് GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടാം. ഇനി മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ ക്ലാരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ് ഫോർ ഗ്യാരണ്ടിങ് രജിസ്ട്രേഷൻ ആസ് റിക്വയർഡ് ബൈ ദ പ്രോപ്പർ ഓഫീസർ ഇഫ് നോ ആക്ഷൻ ടേക്കൺ ദ ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ അപ്രൂവ്ഡ് ആഫ്റ്റർ 7 days. ഞാൻ പറഞ്ഞു നമ്മളെന്താണ്
ഞാൻ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അതിന് ഞാൻ തുടക്കത്തിൽ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഏതാണ്? GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതിനകത്ത് 2 സൈഡ് ഉണ്ട്. ഏതൊക്കെയാണ്? പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് ബിയിലാണ് എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മൊത്തം ഉള്ളത്. ഓക്കെ, ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തു GST രജിസ്ട്രേഷൻ നൽകുന്ന പർട്ടിക്കുലർ അതോറിറ്റിയുടെ മുമ്പാകെ. പക്ഷേ എന്താണ്, ഈ ഡോക്യുമെൻറ്റ്സിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആരാവശ്യപ്പെട്ടു? GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് തെറ്റാണ് എന്നവർ കണ്ടെത്തി. വീണ്ടും ഞാൻ എന്ത് ചെയ്യും? അവർ തെറ്റാണെന്ന് GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു നോട്ടീസ് അയച്ചു. എന്ത്? നോട്ടീസിൻ്റെ പേരെന്താണ്? GST രജിസ്ട്രേഷൻ ഫോം 03 എന്ന് പറയുന്ന ഒരു നോട്ടീസ് അയച്ചു അല്ലേ? ഞാൻ നൽകിയിരിക്കുന്ന ഡോക്യുമെൻ്റൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടി. ഓക്കെ, ആ നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ശരിയായ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്ന ക്ലാരിഫിക്കേഷനും അടങ്ങുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ 04 എന്ന് പറയുന്ന ഫോം വഴി, ഓൺലൈൻ വഴി ഞാൻ എന്ത് ചെയ്യണം? ഈ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ ഞാൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം, അതായത് GST രജിസ്ട്രേഷൻ അതോറിറ്റി നിങ്ങളുടെ ഡോക്യുമെൻ്റ് തെറ്റാണ്, ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് തരാൻ പറഞ്ഞു. ഞാനത് സബ്മിറ്റ് ചെയ്തതിന് ശേഷവും എന്താണ്, 7 ദിവസത്തിനുള്ളിൽ ഈ പ്രോപ്പർ അതോറിറ്റി അല്ലെങ്കിൽ ഈ പ്രോപ്പർ ഓഫീസർ എനിക്ക് GST രജിസ്ട്രേഷൻ നൽകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തിരുത്തി കൊടുത്തിരിക്കുന്ന ഞാൻ തിരുത്തി കൊടുത്തിരിക്കുന്ന എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഞാൻ GST രജിസ്ട്രേഷന് വേണ്ടി റീസബ്മിറ്റ് ചെയ്തിട്ടും ആ GST രജിസ്ട്രേഷൻ നൽകേണ്ട പർട്ടിക്കുലർ അതോറിറ്റി ഒരു കാരണവശാലും ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ കരുതപ്പെടാം, എനിക്ക് GST രജിസ്ട്രേഷൻ നൽകിയതായിട്ട് കരുതപ്പെടാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള സന്ദർഭങ്ങളാണ്. ഒന്ന് എന്താണ്, സാധാരണ രീതിയിൽ ഞാൻ പുതിയൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് GST രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ GST 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തു. മസ്റ്റായിട്ട് 3 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതോറിറ്റി എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് നൽകണം? എൻ്റെ ഡോക്യുമെൻറ്റ്, ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകണം. തന്നില്ല എങ്കിൽ എനിക്ക് 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടാം. ഇനി മറ്റൊരു കാര്യം, ഞാൻ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അവർ മോർ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് GST ഫോം 3 എന്ന് പറയുന്ന ഒരു നോട്ടീസ് എനിക്ക് അയക്കുന്നു. അപ്പോൾ ഞാൻ എന്താണ്, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആക്കിക്കൊണ്ട് GST ഫോം 4 വഴി ഈ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ്, കൃത്യതയോടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. ആ ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം GST ഫോം 4 എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഞാൻ ഫില്ല് ചെയ്ത് അയച്ചതിന് ശേഷം, അത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ലൊക്കെ ചെയ്ത് അയച്ചതിന് ശേഷവും 7 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ടും ഞാൻ കൊടുത്തിരിക്കുന്ന റീസബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റൊക്കെ കൃത്യതയുള്ളതാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആ പ്രോപ്പർ അതോറിറ്റി എനിക്ക് എന്ത് നൽകണം? ആ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി എനിക്ക് GST രജിസ്ട്രേഷൻ നൽകണം. എന്നിട്ടും GST രജിസ്ട്രേഷൻ കിട്ടിയില്ല എങ്കിൽ ഞാൻ എന്ത് കണക്കാക്കപ്പെടും? എനിക്ക് GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് ഞാൻ കണക്കാക്കപ്പെടും. ഈ 2 സന്ദർഭങ്ങളാണ് ഡീംഡ് രജിസ്ട്രേഷൻ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന റൂൾസ് 9 ക്ലൗസ് 5 ആണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഡീംഡ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ഇനി അതായത് ഡീംഡ് രജിസ്ട്രേഷൻ എടുക്കുന്ന സന്ദർഭം പറഞ്ഞു, പ്രോപ്പർ അതോറിറ്റി എന്താണ്, രജിസ്ട്രേഷൻ നൽകിയില്ല എങ്കിൽ എനിക്ക് പർട്ടിക്കുലർ ഡേയ്സ് കഴിഞ്ഞാൽ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് ഞാൻ കണക്കാക്കിയാൽ മതി. അപ്പോൾ സാധാ രീതിയിൽ രജിസ്ട്രേഷൻ കിട്ടുന്ന വ്യക്തിയും അതേപോലെ തന്നെ ഡീംഡ് രജിസ്ട്രേഷൻ കിട്ടുന്ന വ്യക്തിയും തമ്മിൽ യാതൊരു കാരണവശാലും എന്താണ്, വ്യത്യാസമൊന്നുമില്ല. സാധാ രീതിയിൽ രജിസ്ട്രേഷൻ കിട്ടുന്ന വ്യക്തിയും ഡീംഡ് രജിസ്ട്രേഷൻ കിട്ടുന്ന വ്യക്തിയും പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്, GSTയുടെ അകത്ത് അവർ പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. എങ്ങനെയാണോ സാധാരണ രീതിയിൽ ഒരു GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അവരുടെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നത്, ചിലപ്പോൾ ടാക്സ് അടയ്ക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ മന്ത്ലി റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, ആനുവൽ റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, ഈ മുതലായ കാര്യങ്ങൾ സാധാ GST രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ചെയ്യുന്ന പോലെ തന്നെ ഡീംഡ് രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിയും ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, GST രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ചിലപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ പുതിയൊരു GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. GST 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്ത് 3 ദിവസത്തിൽ എനിക്ക് എന്താണ്, GST രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി അതല്ല, ഡോക്യുമെൻറ്റ്സ് മിസ്റ്റേക്ക് കാണിച്ചു, അന്നേരം ഞാൻ എന്താണ്, വീണ്ടും റീസബ്മിറ്റ് ചെയ്തു. GST ഫോം 04 വഴിയാണ് സബ്മിറ്റ് ചെയ്തേക്കുന്നത്. 7 ഡേയ്സിനുള്ളിൽ എനിക്ക് എന്ത് കിട്ടും? GST രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് രണ്ടാണെങ്കിലും എനിക്ക് കിട്ടുന്ന GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ പേരാണ്, അതായത് എനിക്ക് GST രജിസ്ട്രേഷൻ
അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 06 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബിസിനസ്സുകാരൻ്റെ GST നമ്പർ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അതായത് GST രജിസ്ട്രേഷൻ ഏതൊരു ബിസിനസ്സുകാരനാണ് GST രജിസ്ട്രേഷൻ കിട്ടുന്നത് ആ ബിസിനസ്സുകാരൻ എന്തുണ്ടാകും, ഒരു GST നമ്പർ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിൽ അയാൾ ഏത് സ്റ്റേറ്റിലാണ് അയാളുടെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അയാൾക്ക് ആ സ്റ്റേറ്റിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ എവിടെയൊക്കെ ബിസിനസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ GST നമ്പറിൻ്റെ പ്രത്യേകത പറഞ്ഞിരുന്നു. 15 ഡിജിറ്റ് നമ്പറാണ് GST നമ്പർ എന്ന് പറയുന്നത്. ആദ്യത്തെ 2 ഡിജിറ്റ് ഈ ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനം എവിടെ രജിസ്റ്റർ ചെയ്തെന്നുണ്ടാകും. അതുപോലെ തന്നെ ബാക്കിയുള്ള 10 ഡിജിറ്റ് എന്ന് പറയുന്നത് പാൻ കാർഡിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് 13ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് അയാളുടെ ബിസിനസ് സ്ഥാപനം ഏത് സ്റ്റേറ്റിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇസഡ് എന്ന് പറയുന്നത് ഡിഫാൾട്ടാണ്, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് വരുന്ന നമ്മുടെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചെക്ക് സം ഡിജിറ്റ് എന്നായിരിക്കും. ഇങ്ങനെ 15 ഡിജിറ്റ് നമ്പർ ചേരുന്നതാണ് GST നമ്പർ എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി GST രജിസ്ട്രേഷന് ലൈബിൾ ആകുന്നത് എപ്പോഴാണോ, അല്ല എങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ GST രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനായിരിക്കാം. അടുത്ത കണ്ടീഷൻ പറയുന്നതാണ് ആ സർട്ടിഫിക്കറ്റിൽ. ദ രജിസ്റ്റർ ഷാൽ ബി എഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് വിച്ച് ദ പേഴ്സൺ become liable to registration where the application for registration has been submitted within period of 13 days from such date. ഓക്കെ, അതായത് ഏത് വ്യക്തിയാണോ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ലൈബിൾ ആകുന്നത്, അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതലാകാം, അല്ല എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 24 പ്രകാരമുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്ന് അയാൾ ലയബിലിറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്ന അന്ന് തൊട്ട് 30 ദിവസത്തിലും മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം, അയാൾ GST രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ വെച്ചുകൊണ്ട് GST രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തുകൊണ്ട് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 06 എന്നുള്ളത് കൈപ്പറ്റിയിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വേർ ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് ബൈ ദ ആപ്ലിക്കൻറ്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് becoming liable to registration, the effective date of registration shall be the date of grant of registration under Rule 9. അതായത് റൂൾ 9 പ്രകാരം GST രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നാണോ GST രജിസ്ട്രേഷൻ ചെയ്തത് അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ എന്താണ് അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും, GST രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാകും. ആ GST രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന ഡേറ്റ് ആയിരിക്കും GST അതോറിറ്റി രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ തന്നെ എവരി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൽ ബി ഡ്യൂലി സൈൻഡ് ഓർ വെരിഫൈഡ് ത്രൂ ആൻ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ബൈ ദ പ്രോപ്പർ ഓഫീസർ അണ്ടർ ദി ആക്ട്. ഓക്കെ, GST ആക്ട് അനുസരിച്ച് GSTയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്ന അയാളുടെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇയാൾക്ക് രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ടുള്ള GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ക്ലിയർ ആയിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർ ഓഫീസർ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അയാൾക്ക് GST രജിസ്ട്രേഷൻ അനുവദിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് ഓഫീസർ ഒരു സൈനും ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അയാൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഇയാൾ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഈ പ്രോപ്പർ ഓഫീസർ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടാകും ഇലക്ട്രോണിക്കലി. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ സർട്ടിഫിക്കറ്റൊക്കെ വാലിഡ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് എന്ത് ഇഷ്യൂ ചെയ്യുന്നു, GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് അനുവദിച്ചുകൊണ്ടുള്ള GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അഥവാ ഫോം GST 06 എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ
എന്തുണ്ടാകും? ഈ പ്രോപ്പർ ഓഫീസറുടെ സൈൻ ഉണ്ടാകുമെന്നാണ്, ഇലക്ട്രോണിക്കലി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സൈനും ഉണ്ടാകുമെന്നാണ് കൃത്യമായിട്ടും പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സാധാരണ രീതിയിൽ GST രജിസ്ട്രേഷൻ കിട്ടിയ ആളുകളുടെ പോലെ തന്നെയാണ് ഡീമിഡ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന, അതായത് നമ്മൾ പറഞ്ഞ ഡീമിഡ് രജിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ പ്രോപ്പർ അതോറിറ്റി, അതായത് രജിസ്ട്രേഷൻ നൽകേണ്ട അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും GST രജിസ്ട്രേഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷനും ഇല്ല എങ്കിൽ അയാൾക്ക് GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടും. ഇതേ സെയിം രീതിയിൽ ഇയാൾ ഓൺലൈൻ മുഖേന, അതായത് സാധാരണ രീതിയിൽ രജിസ്ട്രേഷൻ നൽകിയിരിക്കുന്ന സാധാരണ രീതിയിൽ ബിസിനസ്സുകാർ എങ്ങനെയാണോ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്, ആ ഓൺലൈൻ പോർട്ടലിൽ ഇയാൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. ഡീമിഡ് രജിസ്ട്രേഷൻ എടുക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഏത് സൈറ്റിലാണോ GST രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്, അത് ടൈം പീരീഡ് കഴിഞ്ഞിട്ടും പ്രോപ്പർ അതോറിറ്റിയുടെ GST രജിസ്ട്രേഷൻ നൽകേണ്ട അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ആക്ഷൻ ഇല്ല എങ്കിലും ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും? GST രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആ സൈറ്റിൽ നിന്നും അയാൾക്ക് എന്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും? അയാൾക്ക് അയാളുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ കാര്യം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി ക്ലിയർ ആയിട്ടും ഡീമിഡ് രജിസ്ട്രേഷൻ ചെയ്യുന്ന ബിസിനസ്സുകാരെ അറിയിച്ചിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത് സെക്ഷൻ 9 പ്രകാരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഡീമിഡ് രജിസ്ട്രേഷൻ എടുത്ത വ്യക്തിക്ക് ആ അതോറിറ്റി ഡീമിഡ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഡീമിഡ് രജിസ്ട്രേഷൻ ഡീമിഡ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന് അയാളുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അയാളുടെ പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ മുഖേന. ഓക്കെ, അത് ഒരു നിശ്ചിത ടൈം പീരീഡ് കഴിയുമ്പോൾ, ചിലപ്പോൾ എന്താണ് നോർമൽ രജിസ്ട്രേഷൻ ബിസിനസ്സുകാരനാണ്, അയാൾ സാധാരണ രീതിയിൽ എന്താണ് GSTR 01 എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്ത് 3 ദിവസത്തിനുള്ളിൽ എന്താണ് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പ്രോപ്പർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള ആക്ഷനും ഇല്ല. അയാൾക്ക് എന്താണ് 3 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഓൺലൈൻ മുഖേന അയാളുടെ എവിടെയാണ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ പോർട്ടലിൻ്റെ അകത്ത് അയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ നൽകുമ്പോൾ മിസ്റ്റേക്ക് സംഭവിച്ചു, എന്താണ് വീണ്ടും അയാൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്താണ് റീസബ്മിറ്റ് ചെയ്തു ഓൺലൈൻ മുഖേന GST ആപ്ലിക്കേഷൻ ഫോം 4 പ്രകാരമാണ് ഇയാൾ ഇങ്ങനെ വീണ്ടും എന്താണ് സബ്മിഷൻ നടത്തിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ 7 ദിവസം കാത്തിരിക്കണം. 7 ദിവസം കാത്തിരിക്കുന്നതിന് ശേഷവും നമ്മുടെ GST അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു കാരണവശാലും റെസ്പോൺസ് ഒന്നും ഇല്ല എങ്കിൽ എന്താണ് 7 ദിവസം കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ എവിടെയാണോ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിച്ചേക്കുന്നത് ആ പോർട്ടലിൻ്റെ ഉള്ളിൽ നിന്നും അയാളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇപ്പോൾ മൊത്തം ഇത്രയേ ഉള്ളൂ ചുരുക്കരൂപം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഇത്രയേ ഉള്ളൂ. അയാളുടെ GST നമ്പർ ഉണ്ടാകും, അതുപോലെ തന്നെ അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്ലേസ്, അതുപോലെ തന്നെ എന്താണ് അയാളുടെ ബിസിനസ്സിൻ്റെ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഈ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസറുടെ ഇലക്ട്രോണിക്കൽ സൈൻ. ഇത്രയും കാര്യങ്ങളാണ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഉള്ളത്. ഇനി മറ്റൊരു കാര്യമാണ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ബിസിനസ് വെർട്ടിക്കൽ ചെയ്യുന്ന ബിസിനസ്സുകാരെ പറ്റി, അല്ലേ? നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചതാണ് എന്താണ് ബിസിനസ് വെർട്ടിക്കൽ എന്ന്. ഇതിനു മുമ്പ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നു GSTയിൽ എങ്ങനെയാണ് ബിസിനസ് വെർട്ടിക്കലുള്ള ബിസിനസ്സുകാർ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് ബിസിനസ് വെർട്ടിക്കൽ ഉണ്ടെങ്കിൽ ലംബമായ ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അയാൾ എങ്ങനെയൊക്കെയാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ഫസ്റ്റ് പറഞ്ഞു തരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തരാം. ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ലംബമായിട്ട് കേരളത്തിൽ 3 രീതിയിലുള്ള ബിസിനസ് സ്ഥാപനമുണ്ടെന്ന് കരുതുക. ഒരു തുണിമില്ലുണ്ട്, തുണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തുണിമില്ലുണ്ട്, തുണി വിറ്റഴിക്കുന്ന ഒരു തുണിക്കടയുണ്ട്, അതുപോലെ തന്നെ ഇതെന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയും ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ 3 ലംബമായിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് എനിക്ക് കേരളത്തിൽ, അല്ലേ? അപ്പോൾ ഈ 3 തുണിമില്ലുണ്ട്, തുണിക്കടയുണ്ട്, അതുപോലെ തുണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിറ്റഴിക്കുന്ന ഏജൻസിയുമുണ്ട്. ഈ 3 ബിസിനസ്സും ഒരേ സ്വഭാവമുള്ളതാണ് എങ്കിലും 3 രീതിയിലുള്ള ബിസിനസ്സാണ്, അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? എനിക്ക്
ഈ 3 ബിസിനസ് സ്ഥാപനത്തിനും സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ 3 ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആണ്, അതായത് 3 കൂടി ഒരുമിച്ചല്ല ഈ 3 ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി ഒരൊറ്റ GST രജിസ്ട്രേഷൻ അല്ല ഞാൻ എടുക്കേണ്ടത്, പിന്നെയോ സെപ്പറേറ്റ് ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ ആണ് ഞാൻ എടുക്കേണ്ടത്. അതായത് തുണി വിൽക്കുന്ന മില്ലിന്, എൻ്റെ തുണിക്കടയ്ക്ക് അല്ല തുണി ഉൽപ്പാദിപ്പിക്കുന്ന തുണി മില്ലിന് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് വേറെ രീതിയിൽ. അതുപോലെ തന്നെ അതുപോലെ തന്നെ തുണിക്കടയ്ക്ക്, അതുപോലെ തന്നെ ഏജൻസിക്ക്, തുണി വിറ്റഴിക്കുന്ന ഏജൻസിക്ക്, അല്ലെങ്കിൽ തുണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസിക്ക്, ഈ 3 ബിസിനസ് സ്ഥാപനങ്ങൾക്കും 3 രീതിയിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതായത് സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. കിട്ടുന്ന GST നമ്പർ 3 ബിസിനസ് സ്ഥാപനത്തിനും സെപ്പറേറ്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് വെർട്ടിക്കലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദ ബിസിനസ് വെർട്ടിക്കൽ ഓഫ് എ ടാക്സ് പേഴ്സൺ ഷാൾ നോട്ട് ബി ഗ്യാരണ്ടഡ് രജിസ്ട്രേഷൻ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10 കോമ്പോസിറ്റ് ടാക്സ്. അതായത് നമുക്ക് GSTയുടെ അകത്ത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം എന്താണ് ഏതൊക്കെ രീതിയിൽ ഒരു വ്യക്തിക്ക് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാമെന്ന്. ഒരു വ്യക്തിക്ക് GSTയുടെ അകത്ത് 2 രീതിയിലുള്ള രജിസ്ട്രേഷനാണ് എടുക്കാൻ പറ്റുന്നത്. ഒന്ന് കോമ്പോസിഷൻ സ്കീമിലും പിന്നെ റെഗുലർ സ്കീമിലും. അപ്പോൾ ബിസിനസ് വെർട്ടിക്കലുള്ള ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും അയാളുടെ ബിസിനസ് സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ബിസിനസ് ലംബങ്ങളെ ഒരിക്കലും കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് സെക്ഷൻ 10 എന്ന് പറയുന്ന കോമ്പോസിഷൻ സ്കീമാണ്. കോമ്പോസിഷൻ സ്കീം പ്രകാരം ബിസിനസ് വെർട്ടിക്കലുള്ള ഒരു ടാക്സ് പേയർക്ക് അയാളുടെ ബിസിനസ് സ്ഥാപനത്തെ ഒരിക്കലും ടാക്സ് പേ ചെയ്യാൻ വേണ്ടി GSTയുടെ അകത്ത് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. പിന്നെയോ അയാൾ ഏത് സ്കീമിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? അയാൾ റെഗുലർ സ്കീമിലാണ് അയാളുടെ ഓരോ ബിസിനസ് വെർട്ടിക്കൽ സ്ഥാപനവും രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സെക്ഷൻ 9 എന്ന് പറയുന്നത് റെഗുലർ സ്കീമാണ്. ഓക്കെ, ക്ലിയർ ആയോ ആ ഒരു ഭാഗം? ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ എനിക്ക് ലംബമായിട്ട് കേരളത്തിൽ 3 ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. തുണി മില്ലുണ്ട്, തുണിക്കടയുണ്ട്, തുണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസിയുണ്ട്. ഇത് 3ഉം എനിക്ക് കോമ്പോസിഷൻ സ്കീം അഥവാ സെക്ഷൻ 10 പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വേണ്ടി. പിന്നെയോ ഞാൻ സെക്ഷൻ 9 പ്രകാരം അഥവാ റെഗുലർ സ്കീമിൽ മാത്രമേ എനിക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് തൊട്ട് താഴേക്കും പറയുന്നത്. നമ്മൾ all separately registered business vertical of a such person shall pay tax, supply of goods or service both made under the registered business vertical, such a person and issue of tax invoice for such supply, where any business vertical of a registered person has been granted separate registration become ineligible to pay composite tax under section 10. All other business verticals of a person shall become ineligible to pay composite tax. വേറെ ഒന്നുമില്ല, ഈ 2 കാര്യങ്ങളും പറയുന്നത് ഒന്നുമില്ല. എനിക്കെന്താണ് കോമ്പോസിഷൻ സ്കീമിൽ ബിസിനസ് വെർട്ടിക്കലുള്ള ഒരു ബിസിനസ്സുകാരന് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ്റെ നിരക്കിലുള്ള ടാക്സ് റേറ്റും ആയിരിക്കുകയില്ല എന്നുണ്ടാകുന്നത്. ആ രീതിയിലുള്ള ടാക്സ് റേറ്റും ആയിരിക്കുകയില്ല ബിസിനസ് വെർട്ടിക്കലുള്ള ബിസിനസ്സുകാർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരിക എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റെഗുലർ സ്കീമിലായിരിക്കണം രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ ബിസിനസ് വെർട്ടിക്കലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലംബമായിട്ട് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമുള്ള വ്യക്തിയാണ്. എനിക്ക് തുണിമില്ലുണ്ട്, അതുപോലെ തന്നെ തുണിക്കടയുണ്ട്, തുണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസി ഉണ്ട്. ഈ 3 കാര്യങ്ങൾ റെഗുലർ സ്കീം അഥവാ സെക്ഷൻ 9 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏതെങ്കിലും ഗുഡ്സ് ഈ ബിസിനസ് ലംബങ്ങളിലേക്ക് ഈ 3 സ്ഥലങ്ങളിലേക്ക് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോഴോ ടാക്സിൻ്റെ ഒരു കാര്യം ടാക്സ് പേ ചെയ്യുകയോ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുകയോ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും ഇൻവോയ്സ് ടാക്സ് കളക്ട് ചെയ്യുന്നതും പേ ചെയ്യുന്നതും ഏത് സെക്ഷൻ പ്രകാരമായിരിക്കും? അണ്ടർ സെക്ഷൻ 9 പ്രകാരമായിരിക്കും. റെഗുലർ സ്കീം പ്രകാരമായിരിക്കും ടാക്സ് പേ ചെയ്യുന്നതും ടാക്സ് കളക്ട് ചെയ്യുന്നതും ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ സെക്ഷൻ 10 പ്രകാരം അഥവാ കോമ്പോസിറ്റ് ടാക്സ് പ്രകാരമല്ല ടാക്സ് കളക്ട് ചെയ്യുകയും ടാക്സ് പേ ചെയ്യുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ GSTയുടെ അകത്ത് എനിക്ക് ലംബമായിട്ട് ബിസിനസ്സുള്ള അല്ലെങ്കിൽ ഓരോ ഇങ്ങനെ 3 രീതിയിൽ ലംബമായിട്ട് ബിസിനസ്സുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം രജിസ്ട്രേഷൻ ഫോം GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടും അതിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം എനിക്ക്
എല്ലാ ടാക്സും ഞാൻ പേ ചെയ്യുന്ന ഏത് പ്രകാരമായിരിക്കും? സെക്ഷൻ 9 പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ റെഗുലർ സ്കീം പ്രകാരമായിരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏതൊക്കെ ബിസിനസ് ലംബമാണ് ഉള്ളത് എന്ന്, ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് ലംബമാണ് ഉള്ളതെന്ന് കൃത്യമായിട്ടും ഫോം GST രജിസ്ട്രേഷൻ 01 പറഞ്ഞിട്ടുണ്ടാകണം. അതായത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എന്താണ് ഈ കേരളത്തിലെ ബിസിനസ്സുകാരനാണ്, എനിക്ക് 3 രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഏതാണ്? തുണിമില്ലുണ്ട്, അതുപോലെ തന്നെ എന്താണ് തുണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസി ഉണ്ട്, തുണിക്കടയുണ്ട്. ഓക്കെ, ഇത് മൂന്ന് സ്വഭാവമുള്ളതാണ്. ഇതിന് ഈ മൂന്നെണ്ണത്തിനും ഇൻഡിവിജ്വലി ഞാൻ എന്തെടുക്കണം? GST രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അന്നേരം ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഏതാണ്? എനിക്ക് GST രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞ് പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഏതാണ്? ഫോം GST 01 ആണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഏത് സ്കീം പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഏത് സ്കീം പ്രകാരമാണ്? കോമ്പോസിഷൻ സ്കീമിലല്ല, ഞാൻ പിന്നെയോ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് സെക്ഷൻ 10 ആണ്. കോമ്പോസിഷൻ 9 പ്രകാരമാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്, റെഗുലർ സ്കീമിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഏതൊക്കെയെന്ന് കൊടുക്കണം. തുണിമില്ലാണെങ്കിൽ തുണിമില്ല, ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി എനിക്കുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ എന്താണ് തുണിക്കടയുണ്ടെങ്കിൽ തുണിക്കട. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ആ ആപ്ലിക്കേഷൻ ഫോമിൽ സെപ്പറേറ്റ് ഈ ഫോമിൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ പൂരിപ്പിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് സാധാരണ ബിസിനസ് നമ്പർ ഇല്ലാത്ത വ്യക്തി ഏത് കാര്യം മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി? ഫോം GST രജിസ്ട്രേഷൻ 01 മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. എന്നാൽ ലംബമായിട്ട് ബിസിനസ് സ്ഥാപനമുള്ള വ്യക്തി ഇതിൻ്റെ ഒപ്പം തന്നെ ലംബമായിട്ടുള്ള ഒരു വ്യക്തി ബിസിനസ് വെർട്ടിക്കൽ സ്ഥാപനങ്ങളുള്ള ഒരു ബിസിനസ്സുകാരൻ GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഫോം GST രജിസ്ട്രേഷൻ 01 ഒപ്പം തന്നെ എന്താണ് ഇയാളുടെ ബിസിനസ് വെർട്ടിക്കൽസ് വ്യക്തമാക്കുന്ന സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതുകൂടി ഇതിൻ്റെ ഒപ്പം തന്നെ പൂരിപ്പിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇയാൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? GST രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൽ ചോദിക്കുക. താങ്ക് യു.